നമുക്കെല്ലാവർക്കും എല്ലാ ദിവസവും ഈക്വൽ ആകണമെന്നില്ല. ചില ദിവസങ്ങളിൽ മനസ്സ് ഭയങ്കര സന്തോഷം ഉണ്ടാകും, ചില ദിവസങ്ങളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എൻ്റർടൈൻഡ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ദിവസങ്ങളിൽ നമ്മളുടെ മൂഡ് മാറിക്കൊണ്ടേ ഇരിക്കാറുണ്ടല്ലേ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര ബോറായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ ടോപ്പ് ഗിയറിൽ പഠിക്കും. ചില ദിവസങ്ങളിൽ പുസ്തകം എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം, ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും അല്ലേ. അങ്ങനെ ഒരു ദിവസമാണ് എനിക്കിന്ന്. ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഷെഡ്യൂളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, നാളത്തേക്ക് പഠിക്കാനുള്ളതൊക്കെ. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പഠിച്ചപ്പോഴത്തേക്ക് തന്നെ ചെറിയ രീതിയിലൊരു മടുപ്പൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് കുറച്ച് നേരം ബേബിയുടെ കൂടെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളുടെ ദിവസം മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മളൊന്നും കാര്യമായിട്ട് ചെയ്തില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിലെപ്പോഴും ഉണ്ടാവാറുമുണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ. ഒരുപക്ഷെ അതാണ് ജീവിതം. കൺസിസ്റ്റൻസി എന്നാൽ പ്രൊഡക്ടിവിറ്റി കൂടെ വരണമെന്നില്ലല്ലോ. കുറച്ച് ചെയ്താലും ചുമ്മാ വിട്ടുകളയാതെ മുന്നോട്ട് പോകുന്നത് മനസ്സാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നി. ഇന്ന് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1-2 പേജുകൾ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ഒരു മണിക്കൂറിൽ താഴെ മാത്രമാണ് മൊത്തത്തിൽ പഠിച്ചിട്ടുള്ളത്. ഒരു PYQ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു MCQൻ്റെ പകുതി ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഒരുപാട് ഇങ്ങനെ ടെൻഷനാവുന്നുണ്ട്. കാരണം ഒരു പരീക്ഷ അടുത്തെത്താറായി, തീർന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഡേയിൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു പെർഫെക്റ്റ് ഡേ അല്ല, പക്ഷേ എൻ്റെ ഒരു റിയൽ ഡേ ആണ്. ഓക്കെ, ഇഫ് യു ആർ ഹാവിങ് എ സ്ലോ ഡേ പ്ലീസ് നോ യു ആർ നോട്ട് അലോൺ. അതായത് എല്ലാ ദിവസവും ഒരേപോലെ പ്രൊഡക്റ്റീവ് ആവണമെന്നൊന്നുമില്ല അല്ലേ. പക്ഷേ എല്ലാ ദിവസവും ഒരുപടി മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഓരോ ദിവസവും ചെറിയ ചെറിയ മുന്നോട്ട് പോക്കുകളാണ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു വലിയ വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജീവിതത്തിലുള്ള എല്ലാ ദിവസവും നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ ഇന്നത്തെ സ്റ്റഡി വ്ലോഗും കുറച്ച് സ്ലോ ആണ്, അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഓക്കെ, പക്ഷേ വെറുതെ ഇരിക്കാൻ മനസ്സില്ലാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കിയൊരു ഡേ ആണ് ഇന്ന് എനിക്ക്. പഠനം കുറച്ച് കുറഞ്ഞ ദിവസമാണെങ്കിലും അതിനൊരു ഗിൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചെറിയ ചുവടുകൾ തന്നെയാണ് മുന്നോട്ടുള്ള വഴി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സിമ്പിൾ സ്റ്റഡി വ്ലോഗ്. ടുമോറോ ഈസ് എ ന്യൂ ഡേ. ലെറ്റ്സ് ഗ്രോ സ്ലോലി ടുഗദർ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.